എന്റെ സ്പെക്കാണോ അവനാ ഞാൻ ആരാന്ന് എനിക്കറിയില്ല. മുരുക മുരുക പുലി മുരുക നിങ്ങൾ കളിക്കോ അപ്പൊ ഞാൻ കക്കാൻ പറ്റും. നെല്ലൂത്തറ ഉടുത്തു മറിത്ത വളത്തെ എടുത്ത് തേടൽ തേടൽ അതെനിക്കുള്ളത് the
കലാസ്നേഹികളും നിങ്ങൾക്കായി ഇതാ ഒരു ഞാൻ മാറ്റി തരട്ടെ. ഇതെല്ലാം പാപ്പ വിളയ നീർനായ പോണവരുണ്ട്. അവരും വെള്ളത്തിൽ. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് എന്താ വേണ്ടത്? മന്തി പിന്നെ ഒരു പൊറോട്ടയും ചാറും മച്ചെന്നാ പോരെ? എന്താണ്ടാ അത് പോരെടാ, നിനക്കതായാലും മതിയില്ലേ? പൊറോട്ടയും ചാറായാലും പോരെ? മന്തി തന്നെ വേണോ? അതെ അതെ, വളരെ ചെറിയ പ്രായം, 15 വയസ്സ് തികഞ്ഞുള്ളൂ. മിനിഞ്ഞാൻ നോക്കിക്കേ, നമ്മുടെ കൂടെ ഉള്ള റിച്ച് മാനാണ്. നന്നായി വരും, നന്നായി വരും. ആരുടേതും കൂടി അറിഞ്ഞൂടാ സ്പെക്ക്. അതില് പ്രസത്തില്ല. പാല കഴിക്കാൻ പോന്നാ ചാടി എനിക്ക് കണ്ട ഗൈസ് കണ്ടോ? ഫുഡിന്റെ കാര്യം പറഞ്ഞ വീട്ടാരെ വിട്ടിട്ട് അതിന് ഓടിയാലും അതാണ്. പൂള് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചു പോലെ ഇവിടെ അല്ലേ? അതെ അതെ, അതൊരു കുറച്ചൊരു സ്റ്റോറി സാധനം ഉണ്ട്, അതൊക്കെ പിന്നീട് വേറൊരു വ്ലോഗ് ഇടും. അതെ, അവനെ പിടിച്ചിട്ട് നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങനെയാണ്, മന്തി കഴിക്കാനായിട്ട്. അതെനിക്ക് പറഞ്ഞോളൂ. നമ്മ നിന്നത് ഇവിടെ ബെലിറ്റ ഹോട്ടൽ ആൻഡ് റിസോർട്ട്. അത്യാവശ്യം നല്ലൊരു സർവീസായിരുന്നു, വലിയ വള്ളിയൊന്നുമില്ല. അപ്പോൾ മന്തി കഴിക്കാനായിട്ടുള്ളൊരു കട അതിൽ കണ്ടുവച്ചിട്ടുണ്ട് അല്ല അതിൽ ഇതോടെ മഫാസ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആ കടയിൽ പോയിട്ട് പിന്നെ കഴിക്കണം. വണ്ടിൻ്റെ വണ്ടിന്റെ താക്കോൽ എടുക്കാണ്ട് ഇറങ്ങി വന്നിങ്ങനെ പോയിട്ടോ ചെല്ലി. ചോ, നമ്മ കഴിക്കാൻ പോണ ഫുഡ് എങ്ങനെ ഉണ്ടാവും? എക്സ്പെക്ടേഷൻ അത് ഇപ്പം ചോദിച്ചാൽ നല്ല ഫുഡായിരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ ഇതുവരെ തീരുമാനം എടുത്തൊന്നും നല്ലതായിട്ടില്ല. എങ്ങനെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ബാലൻ എന്ത് ചെയ്യണം? ബാലൻ നമുക്ക് എന്തായാലും പുറത്തിറക്കാം. വണ്ടിക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. 900 മീറ്റർ അടുത്ത് ഒരു മന്തിക്കട ഉണ്ടെന്നാണ് പറയുന്നത്, അറിയത്തില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് ഒന്ന് കാണാം. ഓക്കെ, നമ്മൾ ഇവിടെയാണ് മന്തി കഴിക്കാണ്ടി വന്നേക്കുന്നത്. കണ്ടിട്ട് അത്യാവശ്യം നല്ല ഒരു കടയായിട്ട് കാണിക്കണം. പക്ഷേ മൂഫസ റെസ്റ്റോറൻറ്റ് നീ വിചാരിച്ചെന്തായിരുന്നു? അപ്പോൾ എടേ പൈസ നീ പറഞ്ഞത് തന്നെയാണ്, എനിക്കതില്ലാത്ത നല്ല സംശയമുണ്ട്. എടാ പോയിട്ട് മനുവിനെ നോക്കിട്ടോ, അത്യാവശ്യം നല്ല ഡീസൻറ്റ് പറയുന്നു. കൊള്ളാം, അത്യാവശ്യം നല്ല ഡീസൻ്റ്. അവിടെ റേറ്റും കൂടി ഡീസൻ്റ് ആയാൽ മതി. നല്ലിച്ചു
അപ്പോൾ ഓക്കെ, ഷോപ്പ് കൺഫേം, അച്ചു കൺഫേംഡ്. പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് കയറാം. പിന്നെ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇതാണ് മന്തിയുടെ റേറ്റ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് റേറ്റ്സ് ആണ് തന്നെ. എന്താണ് എന്താണ് പോലെ മന്തി കഴിച്ചിട്ട് ടൈം ഉണ്ടെങ്കിൽ പുള്ളിറങ്ങാം. പിന്നെ റീൽ എടുക്കണം. റീൽ നല്ല പ്ലാൻഡ് ആണോ? മട്ടൻ മന്തി പറഞ്ഞല്ലോ 1450 രൂപ. അച്ഛനാണ് ഗൈസ് ഓർഡർ കൊടുക്കുന്നത്. ഇവന്മാർ രണ്ടേരും പെരി പെരി, ഞാൻ നോർമല്, വേറെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയത്. അൽഫാമാണ്. ഇസിലു കാണുന്നുണ്ടോ? ഫോണുണ്ടോ? എന്നെ കണ്ടാൽ മതി. അൽഫാം ഇങ്ങനെ കൊടുക്കും. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് നമ്മുടെ അവിടെ തയ്ക്കണതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആവറേജ് ആണ്. കുറച്ച് മതി ആയി ഒരു ആവറേജ് വൺ ടൈം വാച്ച്. എനിക്ക് ഒരു വൺ ടൈം, പക്ഷെ വേറെ ഫുഡ് കിട്ടാത്ത കട കൊണ്ടിട്ട് കഴിക്കണം എന്ന ഒരു മൂടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. സോ ഒന്ന് കഴിച്ചു തീർത്തിട്ടാണ്. ഓക്കെ, ബാലനത്തറ അതിൻ്റെ അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കനായിരുന്നു. എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഇനി ഇറങ്ങാൻ വേണ്ടി പോവാം. പേഴ്സണലി എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, വേസ്റ്റ് ഓഫ് മണി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ് ഇറങ്ങി. എന്തായി? എത്രയായി ബില്ല്? കറക്റ്റായില്ല? 3 ഡിസ്കൗണ്ട്. ഷിഫാസെ വ്ളോഗാണ്. എന്താണ് മര്യാദക്കൊക്കെ സംസാരിക്കുക. വീട്ടുകാരും കുടുംബക്കാരൊക്കെ കാണുന്നതാണ്, പിള്ളേരൊക്കെ കാണുന്നതാണ്. മാന്യമായിട്ട് വേണം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ. എന്നുള്ളിൽ തുടിച്ചതും ഇവളെ കാണാനല്ലോ. ചെറുപൂങ്കുല പോലെ വളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിയില്ല, ഊരേതാണെന്നറിയില്ല, ഇവളെന്തേതാണെന്നുള്ള ചൈത്രം സ്വപ്നം ചാരിച്ചെഴുതിയതാണെന്നോ. ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം, ചൈത്രം സ്വപ്നം ചാരിച്ചെഴുതിയതാണെന്നോ. ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. മണ്ടേ മണ്ടേ ഡോണ്ട് ലുക്ക് അവേ anymore. തിങ്കളെ പൂത്തിങ്കളെ യൂട്യൂബിൽ മണ്ടേ മണ്ടേ നമ്മളെ തിങ്കളെ മണ്ടേ 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 മണ്ടേ. ഇംഗ്ലീഷ് പാടിയാലാ? നമുക്ക് ഇംഗ്ലീഷ് ടോക്കിംഗ് ഉണ്ട് കേട്ടാ, സാധനമൊക്കെ ഉണ്ട്. കണ്ടിട്ടാണ് ഇംഗ്ലീഷ് ടോക്കിംഗ് ഓൺലി. നമുക്കൊരു പോഡ്കാസ്റ്റ് എടുത്തോ. ഒരു 10 മിനിറ്റിന് ഫുൾ 80+ അല്ലാതെ ഒരു സാധനം പറയാം.
പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒരു കണ്ണെറിയരുതേ. കരിമുകിലിൻ ജനലരികിൽ ഈ കൺമണിയെ നോക്കരുതേ. ഇനറില്ലാത്ത വിളയാട്ടം. അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കിയില്ലേ, നീലമിഴിക്കൂടുകളിൽ കവിത ചൊല്ലിയില്ലേ. ഇന്നും നിന്നോർമ്മയിൽ എന്നോ ഉണരുമ്പോൾ മായങ്ങൾ പോകരുതേ വാൾമഴവില്ലേ. മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റേ, നീ വരുമ്പോൾ എന്റെ ഉള്ളിൽ തേൻകൊയിൽ പാട്ട്. വെള്ളിക്കൊലുസിട്ട കാലച്ച കേൾക്കാൻ കാത്തിരിക്കും എന്റെ ഹൃദയം. നിനക്കു മാത്രം നിനക്കു മാത്രമാ. മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാൻ ഈണം നൽകി ഈണം തേടും ഈരം തണ്ടിൽ കാറ്റി കൈകൾ താളം തള്ളി താളം കൊമ്പൽ തൂനാലാടി പാടൂ നാട്ടുമയിലേ കൂടെയാടൂ ചോലമയിലേ ഒന്ന് പാടൂ നാട്ടുമയിലേ കൂടെയാടൂ ചോലമയിലേ. അടടമീശ കൗണ്ടറെ മുരശിമുട്ടി പാടടെ തായ്മൊഴിയിൽ താളമേള മംഗളം. അടടമീശ കൗണ്ടറെ മുരശിമുട്ടി പാടടെ തായ്മൊഴിയിൽ താളമേള മംഗളം. മുഴുവൻ വിലകിടും കൊള്ളുനിലമാ ഉള്ളിനുള്ളിലായി തുളിക്കിണ്ടി മഴമാറി മഴമാറി തീർന്ന് മനതാരിൽ ഒഴിയുന്നു സംസം. കൽവിലേ അവമണിന്റെ അസുരസലായി നീ വതിന്റെ ഇരവയിലേ റോമിണന്റെ കിക്കറിന്റെ ഇപ്പൊ നമ്മ രാവിലെ എണീച്ചു. അതെ രാവിലെ എണീറ്റുന്ന എത്ര മണിക്ക് അല്ല രാവിലെ എണീച്ചു. നീ എണീച്ചില്ല രാവിലെ? നീ എണീച്ച എടാ നീ എന്ന് പറഞ്ഞ നമ്മല്ലേ അമ്മ. അപ്പൊ നമ്മ 6 മണിക്ക് എണീറ്റില്ലേ? എന്നാ ഓരോരുത്തർ ഇപ്പൊ എണീറ്റ് പല്ലേക്കണുള്ളൂ. ശരി ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ 6 മണിക്ക് എണീറ്റെന്ന്. ഇനിയിപ്പോ ഇവിടുന്ന് പിന്നെ എല്ലാവരും ഫ്രഷപ്പ് ആയിട്ട് ഇനി നേരെ ഭക്ഷണം കഴിക്കാണ്ടി പോകും. 1 ഹവറിനുള്ളിൽ കിച്ചൺ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞവര്. അത് കഴിഞ്ഞ് ഇനി നേരെ പുളി ചാടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്ത് നേരെ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യും. ഏതോ എടാ എക്കോ പോയിന്റ് പോകണ്ടോ? എക്കോ പോയിന്റിൽ പോയിട്ട് വേറെ ഏതിലെ സ്ഥലത്തും പോയിട്ട് നേരെ വീട്ടിൽ പോകും. എവിടെയാണ്? അല്ല എവിടെയാണ്? സിപ്പ് ലൈന്. ആ ബാല നമ്മുടെ ഇതെന്തായിരുന്നു? മസൽമാൻ. ആ പിന്നെ ഫോട്ടോ എടുക്കണം, വ്ലോഗ് എടുക്കണം, ആ പിന്നെ അതന്നെ എക്കോ പോയിന്റ് നേരെ തിരിച്ചു വീട്ടിലോട്ടല്ലേ? യെസ് അതെ. എന്നാലും ഈ സമയത്ത് ഇവിടെ എന്തോ മഴയായിരുന്നു പറയും. എൻ്റെ പൊന്നോ. അച്ഛോ ഇന്നത്തെ ക്ലൈമറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ എനിക്ക് തോന്നിയായിരുന്നു. നല്ല ക്ലൈമറ്റ് ഉണ്ടാവില്ല. ഇന്നലെ നമ്മ വന്നപ്പോ നമുക്ക് ക്ലൈമറ്റിനെ തോപ്പിക്കാനായിട്ട് നമുക്ക് ഇന്നോട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോയത്. അതൊരു നല്ല അഭിപ്രായം. കാശ് താൻ കൊടുക്കുമ്പോ ആരോടൊക്കെ എത്ര തവണ പറയണോന്ന്. ഇന്നത്തെ ക്ലൈമറ്റ് എന്നിട്ട് എന്ത് പറയണം?
ഇന്നലെ ഈ സമയത്ത് എന്തായിരുന്നു ഭയങ്കര മഴയായിരുന്നു. എന്നാണ് ഈ മുടിഞ്ഞ വെയിലും. ഇന്നപ്പോ നമുക്ക് പുള്ളില് ഇറങ്ങാം അല്ലേ? ഞാൻ രാവിലെ വിചാരിച്ച് നല്ല മഴയായിരിക്കും എന്നാണ്, ഞാനതാണ് എണീക്കാൻ മടിഞ്ഞത്. മഴയില്ല. എന്നാ പിന്നെ ഇനി ഇവിടെ കയറി ഫുഡ് കഴിക്കുക, തിരിച്ചു വരാം. മല കൊള്ളാല്ലേ? തലെടുത്ത് മാറ്റി എന്തൊരു സാധനം ഇങ്ങനെ ഇരിക്കണ പോലെ അവളെ ബുദ്ധി പുറത്താണിക്കണ്ട കേട്ടോ, ആൾക്കാരെ കൊത്തിക്കൊണ്ടുപോകും. ഇതാ നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ നല്ല പുട്ടും കടലയും, എല്ലാവരും പുട്ടും കടലയും തന്നെയാണ് അവിടുത്തെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ? പാസ് എങ്ങനെയുണ്ട്? ഞാനും കഴിക്കട്ടെ. നമ്മ ഒരു പുട്ടും കൂടി എടുത്തു, കുറച്ച് കുമ്പട്ടിങ്ങോ, എല്ലാവരും ഓരോ ദിവസം എടുത്തു. ഇഡലി കഴിച്ചിട്ട് പറ്റേ. പൂളിൽ കയറാൻ പോയി, പൂളിൽ കയറാൻ പറ്റിയില്ല. ഹായ് ഗൈസ്, അപ്പോൾ അവിടെ നിന്ന് വണ്ടി തിരിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. വേറെ ഒന്നുമല്ല, അവിടെ നിന്ന് വണ്ടി തിരിക്കണതിന് മുമ്പ് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു തുമ്മലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പൂളിലോട്ടെടുത്ത് ചാടണതിൻ്റെ ഇടയിൽ എന്തോ കഴുത്തിന് പറ്റി. വീഡിയോ ശ്രദ്ധിച്ചതിനറിയാം, ഒരു ഇതിനകത്ത് കൈയിനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. കഴുത്ത് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആകെ നല്ല പാടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് എനിക്ക് അങ്ങോട്ട് വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം മറ്റേ എൻഡിങ്ങിലുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ, ആ പോണതിനകത്ത് ഒരു ടേണിങ് കഴിഞ്ഞപ്പോൾ അവിടെ റോഡ് വർക്ക് എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഴിയിലോട്ട് എന്തോ ഹമ്പ് എന്തോ ചെയ്തതാണ്. ഇങ്ങനെ ഒന്ന് പൊങ്ങി താഴോട്ടടിച്ചപ്പോൾ കഴുത്തവിടെ ശരിക്കും വള്ളിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കഴുത്തിവിടെ സ്വെല്ലിങ് വന്ന് ചുമന്നാകിയതായിരിക്കണമായിരുന്നു. പിന്നെ വണ്ടിയിൽ ഒട്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്താ പറയുക. ടോട്ടല് വന്നിട്ട് നമ്മ എക്കോ പോയിന്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പോഴായിരുന്നു പിന്നെ റോട്ടിൽ കുറേ നേരം ഇരുന്ന്, പിന്നെ ഷിഫാസും ആദിലും എല്ലാവരും കൂടി പോയിട്ട് ഏതൊരു ആയുർവേദത്തിൻ്റെ ഓയിലെന്തോ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴുത്തിൽ അപ്ലൈ ചെയ്ത് നോക്കി. അല്ലാണ്ടുള്ള ഓയിൽമെൻറ്റും അപ്ലൈ ചെയ്ത് നോക്കി, രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വഴിയെ പോണ ഒരു ഓട്ടോറിക്ഷക്കാരനായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് എത്തിച്ചത്. അങ്ങോട്ട് എത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ട് അവർ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയിലിരുന്ന അറൗണ്ട് 20 മിനിറ്റ്സോളം ഓട്ടോയിലിരുന്നു. ബൈക്കിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഓട്ടോയുടെ സീറ്റിന് കുറച്ച് എന്തോ സ്പ്രിങ് ആക്ഷൻ എന്തോ ഉണ്ടായിരുന്നുകൊണ്ടിട്ട് കുറേ നേരം പിടിച്ച് നിന്ന് വേദന പിടിച്ച് നിന്ന്. അപ്പോൾ അവിടെ ഓട്ടോറിക്ഷക്കാരോട് കഴുത്ത് തട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചത് കുഴ തെറ്റി എന്നായിരുന്നു. അപ്പോൾ അവർ ഡോക്ടറിനോട് തന്നിട്ട് അങ്ങനെ പറഞ്ഞത്. ഒരു കാര്യമില്ലാണ്ട് എക്സ്റേയിൽ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കഴുത്ത് വെട്ടിയതിൻ്റെതായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് ഒരു 4 മണിയായി. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നല്ല മഴയായിരുന്നു. നല്ല മുട്ടം മഴയായിരുന്നു. ബ്ലോഗും ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ കഴുത്ത് ഇതായിരിക്കണമായിരുന്നു. എന്നോടാണെങ്കിൽ ശരീരം വിറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് എനിക്ക് ചെറിയൊരു തണുപ്പടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിക്ക് വിറക്കണരുത്തന്നെ. അപ്പോൾ അച്ചുവിൻ്റെ മീൻസ് ഞാനിട്ട ഷർട്ട്, അച്ചുവിൻ്റെ ടീഷർട്ട്, പിന്നെ ഇസ്ലുവിൻ്റെ ഒരു ഹുഡി, ഒരു റെഡ് കളർ ഹുഡി, പിന്നെ അച്ചുവിൻ്റെ മറ്റേ റൈഡിങ് ജാക്കറ്റ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. ഇതെല്ലാം ഇട്ടിട്ടായിരുന്നു എന്നെ അവന്മാർ ഇരുത്തിയത്. സത്യം പറഞ്ഞാൽ അവന്മാരില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ടോട്ടലി വിട്ടുപോയാന്. കാര്യം
അച്ഛനായിരുന്നു പിന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓരോ കുഴി നോക്കി ശ്രദ്ധിച്ചു പെട്ടെന്ന് ഇവിടെ എത്തി. അതിന് ശേഷം പിന്നെ ഡോക്ടറിനെ കൊണ്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് കുഴപ്പമില്ല. ഇപ്പം ഞാൻ അത് വീഡിയോ എടുക്കണ ദിവസം എന്ന് പറയണത് ഓഗസ്റ്റ് 13 ആയി. 10 ദിവസം പിടിച്ച്. കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു ഇതാക്കിയത്. 10 ദിവസം, കറക്റ്റ് 10 ദിവസം കഴിഞ്ഞ ഞായറാഴ്ച അവിടെ നിന്ന് ഇതായതാണ്. ഒന്നും എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അവന്മാരില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ടോട്ടലും വിട്ടു പോയാനാ. കാര്യം അവന്മാർ അധികം ടെൻഷനാക്കാണ്ട് എന്നെ കൂളാക്കി. ആംബുലൻസ് വിളിക്കാൻ നോക്കി, പിന്നെ യൂബർ വിളിക്കാൻ നോക്കി. പിന്നെയായിരുന്നു ഈ ഓട്ടോറിക്ഷക്കാരൻ വന്നത്. പക്ഷേ നമ്മ പോവാൻ നിന്നത് അടിമാലി ഹോസ്പിറ്റലിലോട്ടായിരുന്നു. അടിമാലിയോ ഇതൊരു ഹോസ്പിറ്റലിലോട്ടായിരുന്നു. പക്ഷെ ഇവർ നേരെ കൊണ്ടുപോയത് താഴോട്ടായിരുന്നു. നമ്മ വന്ന വഴി തന്നെ നേരെ താഴോട്ട് 15 കിലോമീറ്റർ എന്തോ പോയിട്ടായിരുന്നു. ന്യൂ മൂന്നാർ നിന്നുകൊണ്ടായിരുന്നു പറഞ്ഞത്. അവിടെ ടാറ്റയുടെ ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടെ പോയി ഇഞ്ചക്ഷൻ എടുത്ത് കിടന്ന് ആകിയതായിരുന്നു. പിന്നെ അതിനുശേഷം അതാണ് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രി 9:30 ആയപ്പോഴാണ് നമ്മളിവിടെ കളമശ്ശേരി എത്തിയത്. പിന്നെ അവിടെ നേരെ സൂഫി മന്തി കയറി മന്തി കഴിച്ച് തിരിച്ച് ഇങ്ങോട്ട് പോന്നു. 10:30 ആയപ്പോൾ നമ്മളിവിടെ എല്ലാവരും എത്തി വീട്ടിലോട്ട്. പിന്നെ കിടപ്പായി. കുറച്ച് ദിവസം ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കണായിരുന്നു. ഇപ്പോഴാണ് ഏകദേശം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് തിരിക്കാൻ പറ്റിയ ഒരവസ്ഥയിലായേക്കണം. സോ അതിനുശേഷം പിന്നെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടലി എനിക്ക് കംപ്ലീറ്റ്ലി ശോകമായിരുന്നു. ട്രിപ്പ് എത്തിയ ദിവസം തന്നെ ഒരു പോലീസ് കേസും എല്ലാം കൂടി വന്നിട്ട് അതെന്താണെന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തൊക്കെ നല്ല ചെയ്യുന്നുണ്ട്. കാര്യം അതിൻ്റെ പുറകിൽ എനിക്ക് ഇനി കുറച്ചൊന്ന് പോകാനുണ്ട്. സോ ഇതിൻ്റെ ഒന്ന് റെഡി ആയിക്കാനായിട്ട് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. സോ അതിൻ്റെതായ ഒരു സ്പെഷ്യൽ വീഡിയോ എന്തൊക്കെ ഒന്നല്ല ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം അത് ചെയ്യേണ്ടതാണ്. അതിപ്പോൾ റീച്ച് ആവാണ്ടിരിക്കുക അതൊന്നും എനിക്കറിയത്തില്ല. ബട്ട് അതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. കാര്യം എനിക്ക് കിട്ടിയ ഒരവസ്ഥ അത് വേറെ ആർക്കും കിട്ടരുത് എന്ന് ഉള്ളത് ഓർത്തിട്ട്. സോ അത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുത്തത്. ഞാൻ ഇന്നലെയായിട്ടാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്. പിന്നെ 2 പാർട്ടായിട്ട് ഇടാന്ന് കരുതി. കാര്യം വലിയ ലെങ്തായിട്ടുള്ള വീഡിയോ വരുന്നു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.